എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുന്നിലിരിക്കുന്ന മത്സരാർത്ഥികൾക്കും പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹപൂർവകമായ നമസ്കാരം. ഗുരുവിൻ്റെ 172ാമത് ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഈ സാഹിത്യ മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ ആത്മീയ ആചാര്യനായി, നവോത്ഥാന നായകനായി, ഋഷിവര്യനായി ഒക്കെ നമുക്കറിയാം, വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷെ അദ്ദേഹം അതിനേക്കാൾ ഉപരി ഒരു സാഹിത്യകാരനും ആയിരുന്നു. മലയാളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെ മാത്രമല്ല, ലോക നിലവാരത്തിലെ സമുന്നതനായ ഒരു കവിയും ദാർശനിക സാഹിത്യ നിധിയും ആയി. നമ്മുടെ ഈ പുരോഗമന സാഹിത്യം എന്ന് പറയുമല്ലോ, പുരോഗമന സാഹിത്യം ഉദ്ഘാടനം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനായി. അതൊരു പ്രസ്ഥാനത്തിന്റെ സംഭാവനയല്ല, ഗുരുവിന്റെ പരിവർത്തനത്തിന്റെ ഒരു മഹാസംഭവം തന്നെയായിരുന്നു ഈ പുരോഗമനാത്മകമായ സാഹിത്യം. അതിനു മുമ്പ് ഇവിടെ ഭക്തി ഉണ്ടായിരുന്നു, പുരാണങ്ങൾ ഉണ്ടായിരുന്നു, കൊട്ടാരം സാഹിത്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മനുഷ്യനെ തിരിച്ചറിയുന്ന മനുഷ്യത്വത്തിന്റെ വിശ്വമാനവികതയുടെ സാഹിത്യം സംഘാടനം ചെയ്തത് ഗുരുദേവനായി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാഹിത്യത്തെ ജനാധിപത്യവൽക്കരിച്ചത് ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈവദർശനം ഭക്തിയുടെ തെളിഞ്ഞ് കത്തുന്ന വിളക്ക് പോലെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനയുടെ സമൂർത്തമായ ആവിഷ്കാരമാണ് ദൈവദർശനം. അത് വിശ്വപ്രാർത്ഥനയാണ്. പക്ഷെ ഗുരുവിന്റെ ഭാഷ ലളിതമാണ്, സ്വാഭാവികമായ മലയാളമാണ്. സംസ്കൃതത്തിലുള്ള അദ്ദേഹത്തിന്റെ പരിജ്ഞാനം അതിന്റെ ആഴത്തിലുണ്ട്. ഒരേ സമയം ലളിതവും ആശയങ്ങൾ കൊണ്ട് ആഴമുള്ളതും ആയ ദ്വിമാന തലത്തിലുള്ള ഭാഷ. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതിനേക്കാൾ ലളിതമായി ഇത്രയും വലിയൊരു ആശയം ആവിഷ്കരിക്കാനാവില്ല. ഒരു കാലഘട്ടത്തിന് ശേഷം സാഹിത്യം എന്ന് പറയുന്ന വിഭാഗം ഇങ്ങനെ ശൂന്യവൽക്കരിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഗുരു തന്റെ പുതിയ പുരോഗമനപരമായ ആവിഷ്കാരവുമായി സാഹിത്യത്തിലേക്ക് വരുന്നത്. ആത്മീയമായ സാഹിത്യമാണ് ദൈവദർശനത്തിലൂടെ കൊണ്ടുവന്നത്. ആത്മോപദേശ ശതകത്തിലോ ആത്മജ്ഞാനത്തിന്റെ അംശങ്ങളായിരുന്നു. ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് പരിശീലിക്കേണ്ടതും പരീക്ഷിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും പുസ്തകങ്ങളല്ല, ഹിമാലയത്തിലല്ല, അത് ജീവിതത്തിലാണ് എന്ന് ഗുരു തെളിയിക്കുകയാണ്. ഗുരു കൊണ്ടുവന്ന മാറ്റം സാഹിത്യത്തിലെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനവും സ്വാധീനവും തുടർന്ന് വന്ന സാഹിത്യകാരന്മാരിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. പറയുമല്ലോ, ഗുരുദേവന്റെ ഏറ്റവും വലിയ സാഹിത്യ സംഭാവന ആത്മോപദേശ ശതകം പോലെ തന്നെ മറ്റൊരു സംഭാവനയാണ് മഹാകവി കുമാരനാശാൻ. ഒരു കവിയുടെ പ്രതിഭയെ തിരിച്ചറിയുകയും ആ പ്രതിഭയെ പ്രോജ്വലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാഹിത്യപരമായ ഒരു വലിയ സംഭാവനയാണ്. കുമാരനാശാൻ മാത്രമല്ല, ആ കവിത്രയത്തിലെ കവികളെല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ആവിഷ്കാരവും ആവർത്തനവും നടത്തിയവരാണ്. അടുത്തു നിൽപ്പോർ അനുജന നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ
അതിലെന്താ ആശ്ചര്യം എന്നുള്ളവർ ചോദിച്ചത് ഗുരുദേവന്റെ ആശയത്തിന്റെ സ്വാധീനത കൊണ്ട് തന്നെയാണ്. പരാപരാത്തൻ ഭക്ത്യഭിഗമ്യൻ ഭവാനയാൾ കാണുന്നു ചരാചര പ്രേമാഞ്ജനമെഴുതിന ചക്ഷുസില്ലാഞ്ഞാൽ. പ്രേമത്തിന്റെ സമസൃഷ്ടി സ്നേഹത്തിന്റെ പുഴയോടും പൂനിലാവിനോടും പൂന്തേനരുവിയോടും ശലഭങ്ങളോടും അനന്തകോടി നക്ഷത്രങ്ങളോടുമുള്ള ആ കൃത്യമായ വ്യക്തമായ ശക്തമായ സൂക്ഷ്മമായ സൂക്ഷ്മമായ സ്നേഹം ഇല്ലാതെ പോയാൽ എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും എന്നുള്ളൂ ആവിഷ്കരിച്ചത് അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. അന്യജീവൻ ഉതക്കി സ്വജീവിതം ധന്യമാക്കും അങ്ങനെ വിവേകികൾ എന്ന് പറയുന്നതിൽ ഗുരുവിന്റെ മുഴുവൻ സന്ദേശമുണ്ട്. അന്യജീവൻ ഉതക്കി സ്വജീവിതം ധന്യമാക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ആ മട്ടിൽ തുടർന്നു വന്ന കവികളുടെ രചനകളിലെല്ലാം ഗുരു തുറന്നു വിട്ട മനുഷ്യത്വത്തിന്റെ മഹാപ്രവാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആശാന് ചണ്ടാലഭിക്ഷയ്ക്ക് എഴുതാൻ കഴിഞ്ഞത്. നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യപരമായ പ്രഖ്യാപനം നടന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞതിലൂടെയാണ്. ഒരു യോനി, ഒരു ആധാരം, ഒരു ഭേദവും ഇല്ലതിൽ എന്ന് പ്രഖ്യാപിച്ചതിലൂടെയാണ്. അതുകൊണ്ടാണ് ആവേശത്തോടെ വർദ്ധിത വീര്യത്തോടെ ആശാൻ പറയാൻ കഴിഞ്ഞത് ചണ്ടാളി നന്മൈ ദ്വിജന്റെ ബീജപിണ്ഡത്തിന് ഊഷരമാണോ. ആശാന്റെ കവിതകളിൽ ഗുരുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത, ഒരു ഖണ്ഡകാവ്യം ചണ്ടാലഭിക്ഷയാണ്. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധുവിനെ എന്ന് ആശാൻ പറയാൻ കഴിഞ്ഞതിന്റെ ആർജവവും ഊർജപ്രവാഹവും ഗുരുവിൽ നിന്ന് തന്നെയായിരുന്നു. ആ മട്ടിൽ ഗുരു നിരന്തരം സ്വാധീനിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആരോ ഒരിക്കൽ പറഞ്ഞു, ഗുരുവിന്റെ മനസ്സിൽ പതിഞ്ഞ ആശാന്റെ വരികൾ വീണപ്പൂവിലേതാണ്. വീണപ്പൂവിലെ ആദ്യത്തെ വരികൾ, പിന്നെ അവസാനത്തെ വരികൾ. അതിൽ ഗുരു പറയാൻ ശ്രമിച്ച കാര്യങ്ങളും പറഞ്ഞു പോകുന്ന കാര്യങ്ങളും എല്ലാം എത്ര മധുരോദാരമായി, കാവ്യസുന്ദരമായി, ചമൽക്കാര ഭദ്രമായി ആശാൻ ആവിഷ്കരിച്ചിരിക്കുന്നു. ഹാ പുഷ്പവേ, ആ ഹായിൽ തന്നെ ജീവിതത്തോടുള്ള സമീപനം, ജീവിതത്തിന്റെ നശ്വരത, ജീവിതത്തിന്റെ നമ്മൾ കാണാത്ത അഗാധ തലങ്ങൾ ഒക്കെയും ഒരക്ഷരത്തിലൂടെ ആവിഷ്കരിച്ച മഹത്തായ കാവ്യമാണ് വീണപ്പൂവ്. അതുകൊണ്ടാണ് വീണപ്പൂവ് മലയാള സാഹിത്യത്തിൽ പരിവർത്തനത്തിന്റെ ഒരു പുതിയ നാഴികക്കല്ലായി മാറുന്നത്. ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കണക്കേ നീ. ശ്രീ ഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ ആ ഭൂതിയെന്ന് പുനരങ്ങു കിടപ്പി നിർത്താൻ. ഗുരുവിനെ വളരെയധികം ആകർഷിച്ച വരികളാണ്. പിന്നെ ഒരു കാവ്യം നമ്മൾ അവസാനിപ്പിക്കുന്നത് ആ കാവ്യത്തിന്റെ ഏറ്റവും സമൃദ്ധമായ ഗുണഗണങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടാവണം എന്ന് ഫ്രോസ്റ്റ് പറയും. കടേ മടങ്ങുക, ഹാ എന്ന് പറഞ്ഞ് തുടങ്ങുകയും കടേ മടങ്ങുക, കരിഞ്ഞും അരിഞ്ഞും അശ്വമണ്ടാകുമീ മലരു വിസ്മൃതമാകും ഇപ്പോൾ. എണ്ണീടുകാർക്കും ഇതുതാൻ ഗതി, സത്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവ് കഷ്ടം. നോക്കണം, ഹായി തുടങ്ങുകയും കഷ്ടത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കൃതി. അതിൻ്റെ ആ ഘടനയുടെ സൗന്ദര്യം, അതിൻ്റെ രചനയുടെ സൗന്ദര്യം, അതിൻ്റെ ആശയത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ അതീവധന്യമായ ആഴങ്ങൾ, ഇതെല്ലാം ഗുരുവിൻ്റെ സ്വാധീനമാണ്. അപ്പോൾ ആശാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവിൻ്റെ വരികൾ ഏതെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നതാണ്. അതിനുണ്ട് എല്ലാം. ഇന്നിവിടെ മത്സരങ്ങൾ നടക്കുകയാണ്. ഈ മത്സരങ്ങൾ പങ്കെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മത്സരിക്കുകയാണ്. അതൊരു വാശിയുടെ പുറത്താകരുത്. അത് ഗുരുവിന്റെ പേരിൽ ഒരുമിക്കുവാനും
അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും ഉള്ള അവസരം, അതിനും ഉപരിയായി ഗുരുദേവനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള സന്ദർഭമാണ്. ഗുരുദേവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ വിഷയങ്ങളെ കുറിച്ച് ഓരോ ആളും ചിന്തിച്ച് മനനം ചെയ്ത് ഗ്രഹിച്ച് പലരോടും ചോദിച്ചറിഞ്ഞ് ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ മുന്നോട്ട് പോകുമല്ലോ, ജീവിതത്തിന്റെ പ്രവാഹത്തിൽ നിങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോകുമല്ലോ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ, അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ഗുരുവിനെ കുറിച്ചൊരു പുസ്തകം എഴുതണം. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം പുസ്തകങ്ങളുള്ളത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ്. 2019 ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഞാൻ ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം അവിടെ പ്രകാശനം ചെയ്തു. ഒരുപാട് പുസ്തകങ്ങൾ ഗുരുവിനെ കുറിച്ച് ലോകമെമ്പാടും ഇറങ്ങുമെങ്കിലും ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് അവരുടെ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന ആദ്യത്തെ പുസ്തകം ഞാൻ എഴുതിയ ഗുരുവേ നമ എന്ന പുസ്തകം. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അത് ഗുരുവിന്റെ അനുഗ്രഹമാണ്. പക്ഷെ എനിക്കൊരു വിഷമമുള്ളത്, ഈ ഇറങ്ങുന്ന പുസ്തകങ്ങൾ പലതും പുതിയ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. ഒന്നിലുള്ളതിനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യും. അങ്ങനെയല്ല, നമ്മുടേതായ എന്തെങ്കിലും ഒരു ആശയം ഗുരുവുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയും. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവം, ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം ഇറങ്ങി. ഈ നാട്ടുകാരനാണ് ഇറക്കിയത്, ചെമ്പഴന്തിയിലുള്ള, നിങ്ങൾ അറിയും, ദേവരാജന്റെ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ പേര് ഗുരു നർമ്മം എന്നാണ്. പുസ്തകത്തിന്റെ കവർ എനിക്ക് കൊണ്ട് തന്നപ്പോൾ ഞാൻ ആ കവറിൽ സൂക്ഷിച്ചു നോക്കി. നമ്മൾ സാധാരണ ഈ പുസ്തകത്തിന്റെ കവറിൽ പേരിടുന്നത് വളരെ വലുതായിട്ടാണ് ഇടുന്നത്. ഗുരു എന്ന ഒരുവിധം വായിക്കാം. അതിന്റെ താഴെ നർമ്മം എന്ന് ചെറുതായിട്ട് എഴുതിയിരിക്കും. എന്തൊരു വിദഗ്ധമാണ്, എന്തൊരു ഔചിത്യമാണത്. അഴീക്കോടിലെ മർമ്മങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ പുസ്തകത്തിന് പേരിട്ട് ഞാനും അദ്ദേഹവും കൂടി ഒരു പ്രസാദങ്ങളെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ പേരൊക്കെ വെട്ടിയിട്ട് അഴീക്കോടിനെ അത് ചെറുതായിട്ട് എഴുതുകയും ഫലിതങ്ങൾ എന്ന് വലുതായിട്ട് എഴുതുകയും ചെയ്തു. പുസ്തകം ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് കഴിഞ്ഞു. കാരണം ഫലിതങ്ങൾ എന്ന് പറയുന്നത് ഒരു വിപണന വചനമാണ്, ഒരു മാർക്കറ്റിംഗ് വാക്കാണ്. ഫലിതങ്ങൾ എന്ന് കേട്ടാൽ ആളുകൾക്ക് താല്പര്യമാണ്, വായിക്കും. അതുകൊണ്ടാണ് കുഞ്ഞത്തമ്മേനെ പറഞ്ഞത്, ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും, ആയതല്ലെന്നാൽ തിരിക്കും എന്ന് പറഞ്ഞിരിക്കും ജനങ്ങൾ എന്ന്. ഇവിടെ നമ്മൾ വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിലൂടെ ആ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് നർമ്മ ശകലങ്ങൾ അതിനകത്തുണ്ട്. നർമ്മത്തെ കുറിച്ച്, ചിരിയെ കുറിച്ച് കാളിദാസൻ പറയുന്നത് ശിവന്റെ ചിരിയാണ് ഹിമാലയം എന്നാണ്. ഹിമാലയത്തെ കാളിദാസൻ വിഭാവന ചെയ്യുന്നത് ശിവന്റെ ചിരിയാണെന്നാണ്. അതേപോലെയുള്ള ചിരിയാണ് ഗുരുവിനും പകർന്ന് കിട്ടിയിരിക്കുന്നത്. ഗുരു ചോദിക്കുന്നുണ്ട്, ഏറ്റവും നല്ല, നമ്മൾ പറയുമല്ലോ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുമല്ലോ, മാംസ്യേതരമായ ഒരു ഭക്ഷണം ഏതാണ്, ഹിംസയില്ലാത്ത ഭക്ഷണം ഏതാണ്? ഗുരു ചോദിക്കുക. എല്ലാ ഭക്ഷണത്തിലും ഹിംസയുടെ ഒരു ഹിമ്മുണ്ട്, അല്ലെങ്കിൽ സായുണ്ട്. ഈ ഹിമ്മും സായും ഇല്ലാത്ത ഭക്ഷണം ഏതാണ്? അദ്ദേഹം പറയുന്നു മരച്ചിനിയാണ്. മരച്ചിനിക്ക് അതിന്റെ കിഴങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ വളർച്ചയെ ഈ കിഴങ്ങ് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് ബാധിക്കുന്നില്ല. അതിന്റെ വംശവർദ്ധനവിനെയും പ്രത്യുൽപാദനത്തെയും കിഴങ്ങ് ബാധിക്കുന്നില്ല. അതാണ് ഏറ്റവും സുരക്ഷിതമായ ഹിംസയില്ലാത്ത ഭക്ഷണം. ഈ വിവരം എനിക്കറിയില്ലായിരുന്നു. അത് ദേവരാജന്റെ പുസ്തകത്തിലുണ്ട്. പ്രഭാഷകന്മാരെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. ഗുരുവിന്റെ അഭിപ്രായം ചില പ്രഭാഷകന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ശിവഗിരിയിൽ ഞാൻ വന്നതിന് ശേഷം ഈ പറങ്കിമാവ് പലതവണ പൂത്തിട്ടുണ്ട്. ഞാൻ വന്ന മുതൽ ശ്രദ്ധിക്കുകയാണ്, പലതവണ പൂക്കുന്നുണ്ട്, പക്ഷെ ഫലം ഇല്ല. പല പ്രഭാഷകന്മാരും ഇടയ്ക്ക് പൂക്കുന്നുണ്ട്, ഫലമില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വചനം ഓർമ്മിച്ചുകൊണ്ട് ഫലമില്ലാത്ത ഒരു പ്രഭാഷണത്തിന് മുതലാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മത്സരം, ഇന്നിവിടെ അരങ്ങേറുന്ന മത്സരം, ആ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗുരുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതണം.
ഞാൻ ആവർത്തിക്കുന്നു. ഉടനെ വേണ്ട, പക്ഷെ ആ പുസ്തകം വ്യത്യസ്തമായിരിക്കണം. ആ പുസ്തകത്തിൽ ഗുരുവിന്റെ ഒരു മുദ്രയുണ്ടാവണം. സ്നേഹത്തിന്റെ മുദ്ര, അനുകമ്പയുടെ മുദ്ര, കൂട്ടായ്മയുടെ മുദ്ര, പുതിയ ദർശനത്തിന്റെ മുദ്ര. ആ മുദ്രയുള്ള ഒരു പുസ്തകമോ ഒരു ലേഖനമോ എഴുതുവാൻ ഈ മത്സരം നൽകുന്ന പ്രചോദനത്തിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അത്തരത്തിൽ പുസ്തകം ഇറക്കുകയാണെങ്കിൽ കെ സുദർശനൻ, ജഗതി, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയച്ചു തരണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ അയച്ചു തന്നാൽ അതിന്റെ പ്രതിഫലം നിശ്ചയമായും തിരിച്ചയക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ സാഹിത്യ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം ഓർമ്മിച്ചുകൊണ്ടും അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.